സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 15, 19 മുതൽ 21 വരെ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായു പോലെയാവും. അവർ നിൻ്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയുകയില്ല. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വെടിവെപ്പാനും ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തോട്, അഥവാ യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പരിധിയിൽ വരുന്ന ജനങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം പ്രവാചകൻ വഴി സംസാരിക്കുകയാണ്. ആദ്യമായി ഈ വചനത്തിൽ പറയുന്നത് അവർ മടങ്ങി വരണമെന്നാണ്. ഇത് മാനസാന്തരത്തെ കുറിക്കുകയാണ്. നമുക്കറിയാം മുടിയനായ പുത്രൻ്റെ മടങ്ങി വരവ്. അപ്പൻ്റെ വീടും അപ്പൻ്റെ സാന്നിധ്യവും അപ്പനിൽ നിന്ന് ലഭിക്കാവുന്ന സർവവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി ദുർനടപ്പുകാരനായി ജീവിച്ച് സർവ്വവും നഷ്ടപ്പെടുത്തിയ പാപിയായ ദുഷ്ടനായ ആ മനുഷ്യന് ഒരു ദിവസം ഒരു സുബോധം വന്നപ്പോൾ അപ്പൻ്റെ വീട്ടിനെക്കുറിച്ചും അപ്പൻ്റെ സന്നിധിയിൽ തനിക്കുണ്ടായിരുന്ന എല്ലാവിധ സുഖസൗകര്യങ്ങളും ആലോചിച്ചപ്പോൾ അവന് അനുതാപമുണ്ടായി. തിരിച്ചു പോകുവാനുള്ള തീരുമാനമെടുത്ത് അവൻ ദൈവത്തോടും അപ്പനോടും മാപ്പപേക്ഷിച്ച് അപ്പൻ്റെ വീട്ടിൽ തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടുന്നതാണ് നാം കാണുന്നത്. ഇവിടെയും അതേ പദമാണ് കാണിച്ചിരിക്കുന്നത്, നീ മടങ്ങി വന്നാൽ എന്ന്. യിരെമ്യാ പ്രവചനം 15-19. രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ രക്ഷിപ്പാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുകയാണ്. മടങ്ങി വരുന്നവർക്ക്, അനുതപിക്കുന്നവർക്ക്, മാനസാന്തരപ്പെടുന്നവർക്ക് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇത് നമുക്കൊരു വലിയ ആശ്വാസമാണ്. ഇതൊരു അഭയസ്ഥാനം പോലെ ഇത് സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു വാഗ്ദാനമാണ്. നാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അനുദപിച്ച് ദൈവസന്നിധിയിൽ തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടുമ്പോൾ ദൈവം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കും. ഒടുവിലായി ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്നാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശത്രുക്കളുണ്ടാവുക. എല്ലാറ്റിനുപരിയായി നമ്മുടെ യഥാർത്ഥ ശത്രു പിശാചാണ്. പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന, അതുപോലെ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന, അറുപ്പാനും മുടിപ്പാനും നമ്മെ നശിപ്പിക്കുവാനും പരിശ്രമിക്കുന്ന പിശാചാണ് നമ്മുടെ യഥാർത്ഥ ശത്രു. ആ ശത്രുവിനെ വേദപുസ്തകത്തിൽ ദുഷ്ടനെന്ന് വിളിക്കുന്നു. നാം അനുദപിച്ച് ദൈവസന്നിധിയിൽ തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെട്ടാൽ ദൈവം നമ്മോടുകൂടെ ഇരിക്കുകയും എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നമ്മെ വിടുവിക്കുകയും ചെയ്യും. എത്ര വലിയ അനുഗ്രഹമാണിത്! നമ്മോടുകൂടെ ദൈവം ഇരുന്നാൽ നമുക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. സന്തോഷത്തിനോ സമാധാനത്തിനോ നിർഭയവാസത്തിനോ രക്ഷയ്ക്കോ
അനുഗ്രഹത്തിനോ ആശീർവാദത്തിനോ യാതൊന്നിനും ഒരു കുറവുമുണ്ടാകുകയില്ല. ആരെയും നമുക്ക് പേടിക്കേണ്ടി വരികയില്ല. ദൈവസാന്നിധ്യം നമ്മെ ചുറ്റിക്കൊള്ളും. തിരിച്ചു വന്ന് ദാസ്ഥാനപ്പെടുമ്പോഴാണ് ഈ നന്മകളെല്ലാം ലഭിക്കുന്നതെന്ന് ഓർക്കാം. ആമേൻ. കൃപമതിയേശുനാഥ, തവ കൃപമതി എന്നുമെന്നും. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ പുതുജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ എന്നും നടത്തിയിടുന്നു. കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാൽ